4 പതിറ്റാണ്ടിനിടെ ആദ്യമായി എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആഘോഷത്തോടെ വരവേറ്റ ഓസ്ട്രിയ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓസ്ട്രിയ സ്വീകരിച്ചത്. ദ്വിദിന റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രിയ തലസ്ഥാനമായ വിയന്നയിലെത്തിയത്. മോദിക്കായി റിട്സ് കാൾട്ടൺ ഹോട്ടലിലാണ് ഓസ്ട്രിയൻ ഗായക സംഘം വന്ദേമാതരം അവതരിപ്പിച്ചത്. കലാകാരന്മാർക്കൊപ്പം നിന്നുകൊണ്ട് വന്ദേമാതരം ആസ്വദിക്കുന്ന മോദിയെയും വീഡിയോയിൽ കാണാം. രാവിലെ എത്തിയ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിവാദ്യം ചെയ്തു. പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡർ ബെന്നുമായും ചാൻസലർ കാൾ നെഹാമറുമായും മോദി കൂടിക്കാഴ്ച നടത്തും. 1983 ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം ഓസ്ട്രിയയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഈ സന്ദർശനം സവിശേഷമാണെന്ന് ചിത്രങ്ങൾ പങ്കുവച്ച് മോദി പറഞ്ഞു. സവിശേഷതയുള്ളതാണ് ഈ സന്ദർശനം. പങ്കിടുന്ന മൂല്യങ്ങളാലും മികച്ച ഭൂമിക്കായുള്ള പ്രതിജ്ഞാബദ്ധതയാലും നമ്മുടെ രാജ്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓസ്ട്രിയൻ ചാൻസലറുമായും ഇന്ത്യൻ സമൂഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നുവെന്നും മോദി എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും വ്യവസായികളെ മോദിയും നെഹാമറും അഭിസംബോധന ചെയ്യും. ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും വിവിധ ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടുന്നതിന് സഹകരണം തേടും. വിയന്നയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളുമായും മോദി സംവദിക്കും. 2021 ഗ്ലാസ്ഗോയിൽ പ്രധാനമന്ത്രി മോദി അന്നത്തെ ഓസ്ട്രിയൻ ചാൻസലർ അലക്സാണ്ടർ ഷാലൻബർഗുമായി ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രിയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, പുനരുപയോഗ ഊർജം, ഉന്നത സാങ്കേതിക മേഖലകൾ, സ്റ്റാർട്ടപ്പ് മേഖലകൾ, മാധ്യമങ്ങൾ, വിനോദം എന്നിവയിൽ ഉഭയകക്ഷി സഹകരണം തേടും.